സ്പീക്ക് നൗവിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പീക്ക് നൗ, ലെറ്റ്സ് ലേൺ ആൻഡ് അൺലേൺ ഇംഗ്ലീഷ്. സ്പീക്ക് നൗവിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, ആളുകൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളുടെയൊക്കെ സ്കൂൾ അടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ധാരാളം ഫ്രീ ടൈമുകൾ ഉണ്ടാവും. ഈ വീക്കെൻഡ്സ് ഒക്കെ നമ്മൾ ഫ്രീ ആയിരിക്കും. ആ സമയത്ത് എപ്പിസോഡുകൾ എല്ലാവരും മറക്കാതെ കാണണം, ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കിടക്കാം. ഹൗ ടു സേ എന്ന സെഗ്മെന്റ് ആണിത്. ഇതിൽ നമുക്കറിയാം, നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ധാരാളം ഭാഷാ പ്രയോഗങ്ങളും പഴഞ്ചൊല്ലുകളും എല്ലാം ഉണ്ട് അല്ലേ. നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വാതോരാതെ സംസാരിക്കും. മലയാളത്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പരിമിതികളൊന്നുമില്ല. അപ്പോൾ ഈ പരിമിതികളില്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചില പഴഞ്ചൊല്ലുകളും ഭാഷാ പ്രയോഗങ്ങളും എല്ലാം ചേർത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചില പ്രയോഗങ്ങളാണ് നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു പ്രയോഗം എന്താണെന്ന് നോക്കാം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇത് നമ്മൾ വളരെ സാധാരണമായിട്ട് കേൾക്കുന്ന ഒന്നാണ് അല്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇതിൻ്റെ ഈ ട്രാൻസ്ലേഷൻ സാധ്യമല്ലാന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് എന്ത് പറയാം? ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് അല്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല, ഇങ്ങനെ പറയാം നമുക്ക്. ഇനി മറ്റൊന്ന്, ചുട്ടയിലെ ശീലം ചുടല വരെ. ഇത് നമ്മൾ വളരെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലേ. ആളുകളുടെ ചില ശീലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ച് പറയാറുണ്ട്, ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ ഈ അർത്ഥം കൺവേ ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കാം. ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ് എന്നാണ് ഇതിൻ്റെ പ്രയോഗം. ഇനി മറ്റൊന്ന്, പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് ഇതിന് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്. ഓക്കെ, ഇനി മറ്റൊന്ന്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, സംസാരിക്കുമ്പം നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലേ. പരാതിയും പരിഭവം ഒക്കെ ആയിട്ടാണ് പലപ്പോഴും ഇതിന് നമ്മൾ പറയാറുള്ളത്. നമ്മളെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകളെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട് അല്ലേ. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇതെങ്ങനെയാണ് പറയുക? ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാം? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊന്ന്, കുരയ്ക്കും പട്ടി കടിക്കില്ല അല്ലേ. ചിലപ്പം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും, ഞാൻ അങ്ങനെ ചെയ്യും, തട്ടും മുട്ടും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ എന്നാൽ അവസരം വരുമ്പോൾ ഇവരതൊന്നും ചെയ്യില്ല. ഇവരിങ്ങനെ ബഹളം വെക്കുകയും ത്രെട്ടൻ ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഞാൻ തട്ടും, അല്ലെങ്കിൽ ഞാൻ കാലും കാലും തല്ലി ഒടിക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. ബേസിക്കലി ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അവർ അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ മിണ്ടാതിരിക്കും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഇതാണ് ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരയ്ക്കും പട്ടി കടിക്കില്ല. ഇവിടെ ഭാഗ്യത്തിന് മലയാളത്തിലുള്ള പട്ടിയൊക്കെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ വരാറില്ല, പക്ഷേ ഈ ഒരു പ്രയോഗത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച അല്ലേ. ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകണമെന്നോ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരണമെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ നാട്ടിലാണെങ്കിൽ എന്തൊരു രസമാണെന്ന് പറയും, അല്ലെങ്കിൽ നാട്ടിലിരിക്കുന്നവർ പറയുമ്പോൾ അവിടെ എന്തൊരു രസമാണെന്ന് പറയും അല്ലേ. ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് അല്ലേ. ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്നാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ട പ്രയോഗങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേത്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ്.
അപ്പം ഇനി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്തരം പ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സ്പീക്ക് നൗവിൻ്റെ മറ്റൊരു സെഗ്മെന്റിലേക്ക് കടക്കാം. ഇതും ഹൗ ടു സേ എന്ന സെഗ്മെന്റ് തന്നെയാണ്. ഇത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷും ആവറേജ് ഇംഗ്ലീഷുമാണ്. അതായത് നമുക്കറിയാം IELTS, OET, PT പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ സ്കോർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ വൊക്കാബുലറിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ സ്കോർ കിട്ടുന്നത് അല്ലേ. അപ്പം നല്ല വൊക്കാബുലറി യൂസ് ചെയ്താൽ, അതായത് നല്ല വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ഞാൻ അഡ്വാൻസ്ഡ് വൊക്കാബുലറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഡ്വാൻസ്ഡ് വൊക്കാബുലറി യൂസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ വളരെ ഹൈ ആയിട്ടുള്ള ഒരു സ്കോർ ആയിരിക്കും. അപ്പം ഇവിടെ നോക്കാം ആദ്യത്തെ വാക്കുകൾ. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ആവറേജ്, അതായത് നോർമൽ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളും അതെങ്ങനെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വൊക്കാബുലറി എന്താണ്, അതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് വൊക്കാബുലറി എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്താ നോക്കാം. മീറ്റ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് അല്ലേ. ഞാൻ അയാളെ മീറ്റ് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാം. മീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ അത് അഡ്വാൻസ്ഡ് വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം, അതിന് നമുക്ക് പറയുന്നത് ക്യാച്ചപ്പ് എന്നാണ്. മീറ്റ്, ക്യാച്ചപ്പ് അല്ലേ. അപ്പോൾ അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ നമുക്ക് പറയാമെന്ന് നോക്കാം. ലെറ്റ്സ് മീറ്റ് ടുഡേ എന്ന് നമ്മൾ സാധാരണമായിട്ട് പറയുന്നതിന് പകരം ലെറ്റ്സ് ക്യാച്ചപ്പ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ വൊക്കാബുലറി അഡ്വാൻസ്ഡ് ആണ് അല്ലേ. ഇനി മറ്റൊന്ന് ഹംഗ്രി. നമുക്ക് എല്ലാവർക്കും വിശക്കുമ്പോൾ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നേ എന്ന് പറയുന്നത്, ഭയങ്കര ഹംഗ്രി, വെരി ഹംഗ്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹംഗ്രി, വിശപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹംഗ്രി എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ അത് ഒരു അഡ്വാൻസ്ഡ് വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് സ്റ്റാവിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാം ഐ എം വെരി ഹംഗ്രി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ എം സ്റ്റാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ വിശന്ന് ചാവാനായി എന്നൊക്കെ പറയാറില്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഈ സ്റ്റാവിങ് എന്നുള്ള വാക്ക്. ഓക്കെ. ഇനി മറ്റൊന്ന് വെരി ഹാപ്പി അല്ലേ. വെരി ഹാപ്പി നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഭയങ്കര സന്തോഷമാണെന്ന്, എനിക്ക് അവാർഡ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നൊക്കെ വെരി ഹാപ്പി എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഓവർ ദ മൂൺ. ഐ ആം ഓവർ ദ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ഹാപ്പിയാണ്, ഓവർ ദ മൂൺ എന്നാണ്. ഓക്കെ. ഇനി മറ്റൊന്ന് വളരെ തിരക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെരി ബിസി. എല്ലാവരും പറയുന്നതാണ് വെരി ബിസി. എന്നാൽ നമുക്ക് അഡ്വാൻസ്ഡ് വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാക്കാണ് സ്വാംപ്ഡ്. ഐ ആം സ്വാംപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന് ദേഷ്യം, ആംഗ്രി അല്ലേ. ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആങ്കർ, ഷീ ഈസ് വെരി ആംഗ്രി അല്ലേ. ഡോണ്ട് ഗോ നിയർ ഹെർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ബി കെയർഫുൾ, ഷീ ഈസ് വെരി ആംഗ്രി ടുഡേ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആംഗ്രി എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അഡ്വാൻസ് വൊക്കാബുലറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് പിസ്ഡ് ഓഫ്. വൈ ആർ യു സോ ആംഗ്രി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് സെൻറ്റൻസിൽ അല്ലേ. എന്നാൽ നമുക്ക് ചോദിക്കാം വൈ ആർ യു സോ പിസ്ഡ് ഓഫ്, വൈ ആർ യു സോ പിസ്ഡ് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗ്രി എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു വാക്ക് വെരി ടയേർഡ് ആണ്. വെരി ടയേർഡ് എന്ന് പറയാൻ പറ്റുന്നത് എക്സോസ്റ്റഡ് ആണ്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ് എന്ന് തന്നെയാണ്. നമുക്ക് ഐ എം വെരി ടയേർഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഐ എം എക്സോസ്റ്റഡ്. ഇനി മറ്റൊരു വാക്കാണ് വെരി ഗുഡ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. ഷീ ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് അല്ലേ. സ്ഥിരമായിട്ട് നമുക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് ഷീ ഈസ് എൻ എക്സലൻറ്റ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ്. ഈ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, എപ്പോഴും ക്ലാസ്സിൻ്റെ പുറത്താക്കുന്ന സ്റ്റുഡൻറ്റ് അല്ലേ. ഇനി മറ്റൊന്ന് നമ്മൾ ക്ഷമ പറയുന്നതാണ്. ഐ എം സോറി. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഐ എം സോറിക്ക് നമ്മൾ പറയുന്ന ഐ അപ്പോളജൈസ്. ഐ എം സോ സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ് എന്ന് പറയാം. ഐ അപ്പോളജൈസ് ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ്. ഐ അപ്പോളജൈസ്. ഇനി മറ്റൊന്ന് ഐ എം സ്ലീപ്പി. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഇപ്പം തന്നെ ഉറങ്ങണം, ഞാനിപ്പോൾ ഉറങ്ങി തൂങ്ങി വീണു പോകും എന്നൊക്കെ പറയില്ലേ, ഐ എം സ്ലീപ്പി. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വൊക്കാബുലറി വേർഡാണ് ഐ എം ഡ്രൗസി. പറഞ്ഞു നോക്കൂ, ഐ എം ഡ്രൗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ലീപ്പി എന്ന് തന്നെയാണ് അർത്ഥം. ഐ എം ഡ്രൗസി, ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഓക്കെ. ഇനി മറ്റൊരു വാക്ക് ഐ എം ഫുൾ. വയറൊക്കെ നിറഞ്ഞു, ഭക്ഷണമൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് നിറഞ്ഞിരിക്കുകയാണ് വയറ്, എനിക്ക് കൂടുതലൊന്നും തരരുതേ, നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്, വൈകുന്നേരം ഫുഡൊന്നും വേണ്ട എന്ന് പറയില്ല നമ്മൾ. ഐ എം ഫുൾ. അതിന് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഐ എം സ്റ്റഫ്ഡ്.
ഐ എം സ്റ്റഫ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ട്, ഐ എം സ്റ്റഫ്ഡ്, ഐ ഡോണ്ട് വോണ്ട് എനി മോർ ഫുഡ് എന്നാണ്. ഇവിടെ സ്റ്റോപ്പ് ഫീഡിങ് ഹെർ, ഷീ സ്റ്റഫ്ഡ്. സ്റ്റോപ്പ് ഫീഡിങ് ഹെർ, ഷീ സ്റ്റഫ്ഡ്. ചിലപ്പം ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് ഇങ്ങനെ എത്ര വിശപ്പില്ലെങ്കിലും അവരിങ്ങനെ കുത്തി നിറച്ച് കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് പ്ലീസ് സ്റ്റോപ്പ് ഫീഡിങ് ഹെർ, ഷീ ഈസ് സ്റ്റഫ്ഡ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട വൊക്കാബുലറികൾ, ഇന്ന് കണ്ട അഡ്വാൻസ്ഡ് വൊക്കാബുലറികൾ ഇതൊക്കെയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ഇസ് മീറ്റ്, കാച്ചപ്പ്, ഹംഗ്രി, സ്റ്റാർവിംഗ്, വെരി ഹാപ്പി, ഓവർ ദ മൂൺ, very busy, swamped, angry, pissed off, very tired, exhausted. That's very good. That's outstanding. I'm sorry. I apologize. I'm sleepy. I'm drowsy. I'm full. I'm stuffed. So next time try to use this. Okay. ഇനി നമുക്ക് സ്പീക്ക് നൗവിൻ്റെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഇതും ഹൗ ടു സേ എന്ന സെഗ്മെന്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരാളോട് പെർമിഷൻ ചോദിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. പല സാഹചര്യങ്ങളിലും നമ്മൾ പുറത്ത് പോകുമ്പോഴും ഒക്കെ നമ്മൾ ഈ പെർമിഷൻ എങ്ങനെ ചോദിക്കണം എന്ന് അറിയാതെ നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഫോർമൽ സിറ്റുവേഷനിലും ഒരു ഇൻഫോർമൽ സാഹചര്യങ്ങളിലും എങ്ങനെയാണ് ഈ പെർമിഷൻ ചോദിക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഫോർമലായിട്ട് എങ്ങനെ ഒരാളോട് ഒരു പെർമിഷൻ ചോദിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മേ ഐ യൂസ് യുവർ വാഷ്റൂം. ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ. അവിടെ മേ ഐ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മേ ഐ അത് പെർമിഷൻ ചോദിക്കുകയാണ്. മേ ഐ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തത്. മേ ഐ യൂസ് യുവർ വാഷ്റൂം. അല്ലാന്നുണ്ടെങ്കിൽ മേ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ അല്ലേ. മേ ഐ യൂസ് ചെയ്തിട്ട് നമ്മൾ പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഒരു ഇൻഫോർമൽ സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് ഒരു പെർമിഷൻ ചോദിക്കാമെന്ന് നോക്കാം. കെൻ ഐ ഹാവ് എ സ്ലൈസ് ഓഫ് കേക്ക്? കെൻ ഐ ഗോ ടു ദ പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലേ. ക്യാൻ ഐ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമലായിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇവിടെ. അതും പെർമിഷൻ തന്നെയാണ്. ഒന്നും കൂടെ നോക്കാം. ക്യാൻ ഐ ഹാവ് എ സ്ലൈസ് ഓഫ് കേക്ക് അല്ലേ, ഞാനൊരു കേക്ക് എടുത്തോട്ടെ. അല്ലെങ്കിൽ ക്യാൻ ഐ ഗോ ടു ദ പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്, വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ക്യാൻ ഐ ഗോ ടു ദ പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പാർക്കിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. അതും ഒരു ഇൻഫോർമൽ സാഹചര്യത്തിൽ ചോദിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് ഫോർമലായിട്ട് എങ്ങനെ പെർമിഷൻ ചോദിക്കാമെന്ന് നോക്കാം. കുഡ് ഐ ബോറോ യുവർ പെൻ? കുഡ് ഐ ബോറോ യുവർ പെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫോർമലായിട്ട് ചോദിക്കുകയാണ്. കുഡ് ഐ എന്ന് പറയുമ്പോൾ വളരെ ഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളവിടെ കുഡ് ഐ. അതുപോലെ തന്നെ കുഡ് ഐ ഓപ്പൺ യുവർ വിൻഡോ? കുഡ് ഐ ഓപ്പൺ യുവർ വിൻഡോ എന്ന് ചോദിച്ചാൽ ഈ വിൻഡോ ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ എന്നാണ്. അപ്പോൾ അതും വളരെ ഫോർമലായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ഒരാളുടെ അടുത്ത്, നമ്മൾ കോ ട്രാവലർ ആയിരിക്കും, അങ്ങനെ ഒരാളായിരിക്കും, അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് കുഡ് ഐ ഓപ്പൺ യുവർ വിൻഡോ. അത് ഫോർമലായിട്ട് ചോദിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് ഇൻഫോർമലായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഡു യു മൈൻഡ് ഇഫ് ഐ ജോയിൻ യു? ഞാനും വന്നോട്ടെ, ഞാനും കൂടെ വരുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടേക്കെങ്കിലും പോകുമായിരിക്കും, അപ്പോൾ ഞാനും കൂടെ വരുന്നതിന് കുഴപ്പമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ജോയിൻ യു? അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ യു ലേറ്റർ? എന്തെങ്കിലും തിരക്ക് പിടിച്ച സമയത്ത് ഫ്രണ്ടോ മറ്റോ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ യു ലേറ്റർ? ഡു യു മൈൻഡ് എന്നാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഇൻഫോർമൽ രീതിയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടു ദ പാർട്ടി? ഇസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടു ദ പാർട്ടി? ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ ഒരു പാർട്ടിയിലേക്ക്, വൈകിട്ട് ഇന്ന് പാർട്ടിയുണ്ട്, അപ്പോൾ ആ പാർട്ടിയിലേക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കൊണ്ടുപോകുന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടു ദ പാർട്ടി അല്ലേ, ഇൻഫോർമൽ രീതിയിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ ഇസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ ഫിനിഷ് ദിസ് വർക്ക് ടുമോറോ അല്ലേ, ഈ വർക്ക് നാളെ ചെയ്ത് കഴിഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം നിർബന്ധമുണ്ടോ, നാളത്തേക്ക് മാറ്റിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഇസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ ഫിനിഷ് ദിസ് വർക്ക് ടുമോറോ? അതും ഇൻഫോർമലായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിവിടെ പല രീതിയിൽ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും പെർമിഷൻ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് മേ ആണ്, ഒന്ന് ക്യാൻ, കുഡ് അല്ലേ, ഡു, ഈസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ രീതിയിൽ ഒരാളോട് പെർമിഷൻ ചോദിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അടുത്ത തവണ പെർമിഷൻ ചോദിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ഓർക്കുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ് നമ്മൾ. ഇത് സ്പോട്ട് ദ എറേഴ്സ് സെഗ്മെന്റ് ആണ്. ഞാനിവിടെ കുറച്ച് സെന്റൻസസ് കാണിക്കും. അതിൽ എന്താണ് അതിന്റെ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്താണെന്ന് നോക്കാം. ഈ പറയുന്ന സെന്റൻസുകൾ ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും. അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ ഉത്തരവും കൂടി പറയുന്നതായിരിക്കും. ഫസ്റ്റ് സെന്റൻസ് എന്താണെന്ന് നോക്കാം. ഐ പ്ലേ വോളിബോൾ ഗുഡ്. ഇതിൽ എന്താണ് പ്രശ്നം? എന്തോ ഒരു പന്തികേടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് നോക്കൂ. ഉത്തരം കണ്ടുപിടിച്ച ആരെങ്കിലും? ഐ പ്ലേ വോളിബോൾ ഗുഡ് എന്നല്ല, വെൽ എന്നാണ് പറയേണ്ടത്. ഐ പ്ലേ വോളിബോൾ വെൽ. നെക്സ്റ്റ്, ഷീ സ്പീക്ക് ഫ്രഞ്ച്. അതിൻ്റെ ഉള്ള പ്രശ്നം എന്താണ്? ഷീ സ്പീക്ക് ഫ്രഞ്ച്. ഷീ സ്പീക്സ് ഫ്രഞ്ച് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഷീ സ്പീക്സ് ഫ്രഞ്ച്. അവിടെ സ്പീക്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമുക്കറിയാം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ സ്പീക്ക് വേർബിൻ്റെ കൂടെ എസ് ചേർത്ത്. അപ്പോൾ ഷീ സ്പീക്സ് ഫ്രഞ്ച്. നെക്സ്റ്റ് വൺ, I have visited Italy last weekend. I have visited Italy last weekend. ഇതിനുള്ള മിസ്റ്റേക്ക് എന്താണ്? അവിടെ നമ്മൾ ആ ഹാവ് എന്നുള്ളത് ആവശ്യമില്ല. ഐ വിസിറ്റഡ് ഇറ്റലി ലാസ്റ്റ് വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്, പാസ്റ്റ് ടെൻസിലാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഹാവ് വിസിറ്റഡ് എന്ന് ആവശ്യമില്ല. മൈ ഹൗസ് ബ്യൂട്ടിഫുൾ. ഈ ഒരു സെൻറ്റൻസിൻ്റെ പ്രശ്നം എന്താണ്? ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത്. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പം മൈ ഹൗസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കിന് എന്തോ ഒരു കുറവുണ്ട് അല്ലേ? അവിടെ മൈ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഈസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് അത് തെറ്റായിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും തെറ്റുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ ഈസ് മോർ ടോൾ ദാൻ മീ. ഷീ ഈസ് മോർ ടോൾ ദാൻ മീ. എന്താണ് അതിൻ്റെ ഉള്ള തെറ്റ്? ഷീ ഈസ് മോർ ടോൾ ദാൻ മീ. ഇവിടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഏരിയ ആണ് അവിടെ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ടോൾ എന്ന് പറയുന്ന വാക്കിന് അഡ്ജക്റ്റീവ് ആണ്. അതിന് ടോൾ, ടോളർ, ടോളസ്റ്റ് എന്നാണ്. അതിന് മോർ ടോൾ എന്ന് പറയത്തില്ല. ഇപ്പം നമ്മൾ മോർ ഉപയോഗിച്ചിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്, അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയാം. പക്ഷേ നമ്മൾ ഒരിക്കലും മോർ ടോൾ എന്ന് പറയത്തില്ല. പകരം ടോൾ, ടോളർ, ടോളസ്റ്റ് ആണ്. ഷീ ഈസ് ടോളർ ദാൻ മീ എന്നാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മോർ ടോളർ എല്ലാത്തിനും അല്ല, ചില വാക്ക് അഡ്ജക്റ്റീവിൻ്റെ കൂടെ മോറും ചില സാഹചര്യത്തിൽ ഇ ആറും ഇ എസ് ടിയുമാണ് ഉപയോഗിക്കുന്നത്. ഈ സ്പോട്ട് ദ എറേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് സ്ഥിരമായിട്ട് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറുള്ള ഒരു സെഗ്മെന്റ് ആണ് സ്പോട്ട് ദ എറേഴ്സ്. അപ്പം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള, സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ധാരാളം വരാറുണ്ട്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, ആക്ടിവിറ്റി. കഴിഞ്ഞ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? മഴയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു പേര് അല്ലേ? മഴയെ പ്രണയിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് FB ഗ്രൂപ്പുകളും പേജുകളൊക്കെ ഉണ്ടാവാറുണ്ട്. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, പരിപ്പുവട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേജുകളൊക്കെ ഉണ്ട് അല്ലേ? അവർക്ക് പറയുന്ന ഒരു പേരെന്താണ്? അതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയോ? പ്ലൂവിയോഫൈൽ. പ്ലൂവിയോഫൈൽ എന്നാണ് മഴയെ പ്രണയിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ പറയുന്ന ഒരു പേര്. പ്ലൂവിയോഫൈൽ. ഇതാണ്, ഇങ്ങനെയാണ് എഴുതുക. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, പ്ലൂവിയോഫൈൽ. അപ്പം ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പം ദേ ആർ ഓൾ പ്ലൂവിയോഫൈൽസ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും അല്ലേ? അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ഉത്തരവുമായി അടുത്ത ആഴ്ച ഞാൻ വരും. സ്റ്റേ ട്യൂൺഡ്.